ഓഫീസിലേക്ക് വിളിച്ചു വരുത്തായിരുന്നത്. ചുറ്റു ശത്രുക്കളാ സാറേ. എല്ലാവർക്കും എന്നോട് അസൂയ. അവരായിരിക്കും സാറിനോട് എന്നെ കുറിച്ച് ഇല്ലാ കഥകളൊക്കെ പറഞ്ഞു പിടിപ്പിച്ചത്. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് ഓടി വരുന്ന ആളല്ല തങ്കച്ചി ഞാൻ. എനിക്ക് തെളിവുകൾ വേണം, എങ്കിലേ ഞാൻ വരൂ. അതിന് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ സാറേ. അത് ഞാൻ അങ്ങോട്ടല്ലേ തങ്കച്ചി പറയേണ്ടത്. എനിക്കറിയേണ്ടത് തങ്കച്ചിയെക്കുറിച്ചല്ല, ചന്ദ്രലേഖയെക്കുറിച്ചും ശരത്തിനെക്കുറിച്ചുമാണ്. അവരും തങ്കച്ചിയും തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ച്. ചന്ദ്രലേഖ വക്കീലാണല്ലോ സാർ. അവരെന്റെ കമ്പനികളുടെ ലീഗൽ അഡ്വൈസർ ആയിരുന്നു. ചന്ദ്രലേഖയാ എനിക്ക് ശരത്തിനെ പരിചയപ്പെടുത്തുന്നത്. ആ, അവരെങ്ങനെയുള്ളവരാ ആ രണ്ടുപേരും എന്ന് ചോദിച്ചാ? അല്ല, വിശ്വസിക്കാൻ പറ്റുന്നവരാണോ എന്ന്. വിശ്വസിക്കാം സാർ, കൂടെ നിന്നോളൂ. തങ്കച്ചിക്ക് എങ്ങനെ തോന്നാൻ? പ്രത്യേകിച്ച് എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ? അയ്യോ, ഞങ്ങൾ തമ്മിൽ അങ്ങനെ വലിയ അടുപ്പമൊന്നുമില്ല. അടുപ്പമില്ലാത്തോണ്ടാണോ ഇവരെയൊക്കെ തങ്കച്ചി എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നത്? കോൾ ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. അങ്ങോട്ട് മാത്രമല്ല, ഇങ്ങോട്ടും വിളി വന്നിട്ടുണ്ട്. ആ, അത് പിന്നെ സാർ, അവർ രണ്ടുപേരും തമ്മിൽ എനിക്ക് കുറച്ച് സാമ്പത്തിക ഇടപാടുകളുണ്ട്. സാറിനോട് എന്തിനാ മറച്ചു വെക്കുന്നത്? രണ്ടുപേരും എന്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് കടം വാങ്ങിയിട്ടുണ്ട്. പലിശയ്ക്ക് കൊടുക്കുന്ന ആണല്ലോ എന്റെ ബിസിനസ്. അപ്പോ ജയശങ്കറായിട്ടോ? ജയശങ്കറുമായിട്ട് കേസ് വരെ ഉണ്ട്. അതും സാമ്പത്തികം തന്നെയാ. ഓ, തങ്കച്ചിയുടെ കീഴിൽ എന്തിനും പോകുന്ന ഗുണ്ടകളുണ്ടെന്ന് കേൾക്കുന്നു, ആണോ? അയ്യോ ഇല്ല സാർ, പണം പിരിക്കാൻ പോകുന്ന കുറച്ച് പിള്ളേരുണ്ട്. അവര് മര്യാദക്കാരാ. ഞാനിപ്പോൾ അന്വേഷിക്കുന്നത് ഏതൊക്കെ കേസുകളാണെന്ന് അറിയാലോ അല്ലേ? ഇല്ല സാർ. റൂബിയും നടേഷനും എങ്ങനെ മരിച്ചു, നിത്യ എങ്ങനെ മരിച്ചു, അതുമായിട്ട് ബന്ധപ്പെട്ട സകല ദുരൂഹതകളും ഇപ്പോൾ ചകഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനാ. നമുക്കിനിയും കാണേണ്ടി വരും. പക്ഷേ അതിവിടെ വെച്ചായിരിക്കില്ല, ഓഫീസിൽ വെച്ചായിരിക്കും കൂടിക്കാഴ്ച. സാറിന് എപ്പോൾ വേണമെങ്കിലും എൻ്റെ ഓഫീസിൽ വരാം. നിങ്ങളുടെ ഓഫീസിൽ വെച്ചല്ല, എൻ്റെ ഓഫീസിൽ വെച്ച്, ക്രൈംബ്രാഞ്ചിൻ്റെ ഓഫീസിൽ വെച്ച്. ആ, പോട്ടെ, കാണാം. സാറിന്റെ മുഖത്തെന്താ ഒരു സന്തോഷമില്ലാത്തത്? മകളെ കുറിച്ച് ഓർത്തുള്ള വിഷമാണ്. അവളെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു സമാധാനമില്ല സ്വാമി. എല്ലാം ശരിയാവും സാറേ. എങ്ങനെ ശരിയാവാനാണ് സ്വാമി? നിരഞ്ജൻ അയാൾ ഒരുപാട് മാറിയില്ലേ? ഇതൊക്കെ താൽക്കാലികമായിട്ട് സംഭവിക്കുന്ന മാറ്റങ്ങളല്ല സാറേ. സമയം മോശമാകുമ്പം ഇതുപോലെ പലതും സംഭവിക്കും. നമ്മക്കത് ശരിയാക്കിയെടുക്കാം. ശരിയായാലും മതിയായാലും തനിക്കറിയാവല്ലോ സ്വാമി, ഒരു ദുരിതത്തിൽ നിന്നും കഷ്ടിച്ച ഞാനും എൻ്റെ മോളും കരകയറിയത്. ഇനി ഒരു ദുരിതം കൂടി താങ്ങാനുള്ള ശേഷിയില്ല സ്വാമി. എൻ്റെ മകളുടെ കണ്ണ് കലങ്ങേണ്ട സാഹചര്യം വന്നാൽ സത്യമായിട്ട് ഞാൻ എങ്ങോട്ടെങ്കിലും പോകും. പിന്നെ ആരും എന്നെ കാണില്ല. സാറ് എന്തിനാ സാർ എങ്ങനെയൊക്കെ പറയണ? അത്രയ്ക്ക് തളർന്നു പോയ സാറ്. ഏത് കൊടുങ്കാറ്റ് വന്നാലും ചങ്കൂറ്റത്തോടെ നിൽക്കുന്ന ആളായിരുന്നല്ലോ സാറ്. ഇപ്പൊ സാറിന് എന്താ പറ്റിയോ? ഇങ്ങനെയൊന്നും സാറ് ചിന്തിക്കരുത്. ജീവിതമാകുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതിൽ നിന്ന് ഒളിച്ചോടലല്ല, നേരിട്ട് വിജയിക്കണം. അതാണ് സാറിനെ പോലെ ഒരാൾ ചെയ്യേണ്ടത്. മടുത്തടോ, എത്ര കാലമെന്ന് വെച്ചിട്ടാ ഇങ്ങനെ? ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന്. ഞാനും ഒരു മനുഷ്യനല്ലേ സ്വാമി, എനിക്കുമുണ്ടാവില്ലേ സ്വാമി എൻ്റെതായ ചില സങ്കടങ്ങൾ? സാർ അങ്ങനെ കാട് കയറി ഒന്നും ചിന്തിക്കണ്ട. ഏതൊരാളുടെയും ജീവിതത്തിൽ വരാവുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് ഇപ്പൊ നിരഞ്ജൻ ഡോക്ടറുടെ ജീവിതത്തിലും വന്നിരിക്കുന്നത്. അത് നമ്മൾ പരിഹരിക്കും, ഇലയ്ക്കും ഉള്ളിനും കേടില്ലാതെ. അങ്ങനെ സാധിക്കുമെന്ന് താൻ കരുതുന്നുണ്ടോ? കരുതുന്നുണ്ട്. ഞാനില്ലേ സാറിന്റെ കൂടെ?
ജീവൻ കളഞ്ഞു ഞാൻ സാറിന്റെ കൂടെ നിൽക്കും. സാർ ഒന്ന് സമാധാനായിട്ടിരിക്കും, നമുക്ക് വഴിയുണ്ടാക്കാം. നിരഞ്ജൻ, എനിക്ക് അയാളെയാണ് പേടി. സാർ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം സാർ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നമുക്കിത് പരിഹരിക്കാം സാറേ. അതിനെന്താ വഴിയെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. സാറിനൊരു മനോവിഷമം ഉണ്ടായാൽ അത് എനിക്കും വന്ന പോലെ നമ്മളത് തീർക്കും, എന്ത് വില കൊടുക്കേണ്ടി വന്നാലും. ചായ കുടിക്കും മോളെ. നിനക്ക് ശ്രുതി മോളെയും കൂടി കൊണ്ടുവരായിരുന്നില്ലേ? എത്ര നാളായി ഞാൻ എന്റെ മോളെ കണ്ടിട്ട്. നമ്മൾക്ക് ട്യൂഷൻ ഉണ്ടമ്മേ. ഓ, ഒരു ദിവസം ട്യൂഷൻ മുടങ്ങിയെന്ന് വിചാരിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അടുത്ത തവണ വരുമ്പോ കൊണ്ടുവരാമേ. നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? മനസ്സിന് ഒരു സമാധാനം ഇല്ലമ്മേ. എന്തു പറ്റി? ഞാനിത് അമ്മയോട് എങ്ങനെ പറയും? അദ്ദേഹം ഇപ്പൊ പഴയ ആണെന്നും അല്ല അമ്മ. പണ്ട് എന്നെ മാറ്റി നിർത്തി ഒന്നും ചെയ്യാത്ത ആളായിരുന്നു. ഇപ്പൊ ആ സ്വഭാവമൊക്കെ മാറി. എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്. എന്നിൽ നിന്ന് പലതും അദ്ദേഹം മറച്ചു വെക്കാൻ നോക്കുന്നുണ്ട്. അവൻ അങ്ങനെയൊന്നും ചെയ്യാത്ത ആളായിരുന്നല്ലോ. അതാ എന്റെ സങ്കടം. പണ്ട് ഞാൻ ദേഷ്യപ്പെട്ടാലും അദ്ദേഹം ദേഷ്യം കാണിക്കില്ലായിരുന്നു. മുഖം കറുത്തൊരു വാക്ക് ഇന്ന് വരെ എന്നോട് പറഞ്ഞിട്ടില്ല അമ്മ. ഇപ്പൊ അതും ഉണ്ടായി. എന്താണ് ഈ മാറ്റത്തിന് കാരണമെന്ന് എനിക്കറിയില്ല. ഡാഡിയോട് പോലും കയർത്ത് സംസാരിച്ചു അദ്ദേഹം. പുറമേ കാണിക്കുന്ന ദേഷ്യം മാത്രമേ ഉള്ളൂ. അകമേ ഒരു പാവം എന്റെ ഡാഡി. ഞാൻ എന്തു പറഞ്ഞാലും ഡാഡിക്ക് അതൊന്നും ഫീൽ ചെയ്യില്ല. അതുപോലെ അല്ലല്ലോ അദ്ദേഹം. അദ്ദേഹം ഇങ്ങനെ പെരുമാറിയ ഡാഡി തകർന്നു പോവും. നിനക്കൊന്ന് സംസാരിക്കായിരുന്നില്ലേ അവനോട്? ചോദിച്ചാ വല്ലതും പറയണ്ടേ അമ്മേ? പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കാൻ എന്താ പ്രശ്നമെന്നാ ഞാൻ ആലോചിക്കുന്നേ. എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ലമ്മേ. അദ്ദേഹം ഇല്ലാത്ത ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. മോള് വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ദേ, മുഖസ്തുതി പറയുവാണെന്ന് കരുതണ്ട. എന്റെ മോന് കിട്ടാവുന്ന ഏറ്റവും നല്ല ഭാര്യ നീ. അവൻ പലതവണ അതെന്നോട് പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെയുള്ള അവൻ എങ്ങനെ ഇങ്ങനെ മാറിയെന്നാ എനിക്ക്